തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിലൊരാൾ ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു പോസ്റ്റർ പതിച്ചു. പ്രതി ഇലക്ട്രിക് പോസ്റ്റിൽ പശ ഉപയോഗിച്ച് പോസ്റ്റർ പതിച്ചതിനാൽ വൈദ്യുതി ബോർഡിന് 63 രൂപയുടെ നഷ്ടമുണ്ടായെന്നും പൊതുസ്വത്ത് നശിപ്പിച്ചെന്നും ആരോപിച്ച് പ്രതിക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 153 വകുപ്പും പൊതുസ്വത്ത് നശിപ്പിക്കുന്നത് തടയൽ നിയമത്തിലെ 3(1) വകുപ്പും ഇലക്ട്രിസിറ്റി നിയമത്തിലെ 140 വകുപ്പ് പ്രകാരം പോലീസ് കേസ് എടുത്തു. അന്വേഷണത്തിന് ശേഷം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. ഈ ഘട്ടത്തിൽ തനിക്കെതിരെയുള്ള കുറ്റങ്ങൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചു. ഇത്തരം ചെറിയ കുറ്റങ്ങൾക്ക് സെഷൻസ് കോടതിയിൽ വിചാരണ നടത്തണമോ എന്ന ചോദ്യമാണ് ഹൈക്കോടതിക്ക് മുന്നിൽ ഉയർന്നത്. ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചതിന് 63 രൂപയുടെ ചെറിയ നഷ്ടം പരിഹരിക്കാൻ ഗണ്യമായ സെഷൻസ് കോടതിയുടെ വിലപ്പെട്ട സമയം അനുവദിക്കുന്നത് ആനുപാതികമല്ലെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ 95 വകുപ്പ് പ്രകാരം ഇത്തരം ചെറിയ കുറ്റങ്ങൾ ഒരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കാനാവില്ല. ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം അടങ്ങിയ പോസ്റ്റർ ഇലക്ട്രിക് പോസ്റ്റിൽ ഒട്ടിക്കുന്നത് കൊള്ളരുതായ്മയായി കണക്കാക്കാനാവില്ലെന്നും അതിനാൽ പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയൽ നിയമത്തിലെ 3(1) വകുപ്പ് പ്രകാരമുള്ള കുറ്റം സ്ഥാപിച്ചിട്ടില്ലെന്നും കോടതി വ്യക്തമാക്കി. കൂടാതെ വൈദ്യുതി വിതരണത്തിൽ ഇടപെടാനോ ഏതെങ്കിലും വൈദ്യുത വിതരണ ലൈനിനോ പ്രവൃത്തികൾക്കോ കേടുപാടുകൾ വരുത്താനോ പ്രതി ശ്രമിച്ചതായി പ്രോസിക്യൂഷൻ തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ല. അതിനാൽ അന്തിമ റിപ്പോർട്ടിലെ എല്ലാ ആരോപണങ്ങളും അംഗീകരിച്ചാലും വൈദ്യുതി നിയമത്തിലെ 140 വകുപ്പ് പ്രകാരമുള്ള കുറ്റം ബാധകമല്ല. നിയമവിരുദ്ധമായി ഇലക്ട്രിക് പോസ്റ്റിൽ പോസ്റ്റർ പതിച്ചതിന് നിയമനടപടികൾക്ക് പകരം മുന്നറിയിപ്പ് നൽകിയാൽ മതിയെന്ന് ഉപദേശിച്ചുകൊണ്ട് കോടതി പ്രതിക്കെതിരെയുള്ള കുറ്റങ്ങൾ റദ്ദാക്കി. ചെറിയ കുറ്റകൃത്യങ്ങളിൽ വിവേചനാധികാരം ഉപയോഗിക്കണമെന്ന് കോടതി പോലീസിനോട് ആവശ്യപ്പെടുകയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതിനായി പരിശീലന ക്ലാസ് നിർദ്ദേശിക്കുകയും ചെയ്തു. അതിനാൽ ഇത്തരം നിസ്സാരമായ കുറ്റകൃത്യങ്ങൾക്ക് സെഷൻസ് കോടതിയിൽ വിചാരണ നടത്തി കോടതിയുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നതിനു പകരം കുറ്റവാളികൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്താൽ മതിയാകും. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.